So hey guys, welcome back to my channel. അപ്പോൾ നിങ്ങൾക്കറിയാം Redmi Note 10 സീരീസ് ഫൈനലി ഇന്ത്യയിൽ ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ Redmi Note 10 സീരീസിന്റെ പ്രോസ് ആൻഡ് കോൺസിനെ കുറിച്ചായിരിക്കും ഞാൻ ഈ വീഡിയോക്കകത്ത് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ Redmi Note 10 സീരീസിലെ നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളും ആയിരിക്കും ഞാൻ ഈ വീഡിയോക്കകത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, കാരണം വെച്ചാൽ ഇനിയും ഇതുപോലെ തന്നെ വീഡിയോസ് വന്നുകൊണ്ടിരിക്കും. പിന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ബെല്ലൈക്കണും കൂടെ ഞെക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുമ്പോൾ പിന്നെ നോട്ടിഫിക്കേഷനും ബെല്ലൈക്കണും കൂടെ ഞെക്കുക. അപ്പോൾ കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നിങ്ങൾ എല്ലാ ടെക് ചാനൽസും നോക്കുവാണെങ്കിൽ മൊബൈൽസിന്റെ കാര്യത്തിൽ ഇപ്പോൾ റെഡ്മി നോട്ട് 10 സീരീസ് ആണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ടോപ്പിക്. ഇപ്പോൾ നിങ്ങൾ എല്ലാ മൊബൈൽ ടെക് ചാനൽസും നിങ്ങൾ നോക്കുവാണെങ്കിൽ അവരല്ലെങ്കിൽ അതിന്റെ അൺബോക്സിംഗ് ചെയ്യും, അല്ലെങ്കിൽ റിവ്യൂ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളായിരിക്കും പറയുന്നത്. അപ്പോൾ ചിലവർ നല്ല കാര്യങ്ങളെ പറയത്തുള്ളൂ റെഡ്മി നോട്ട് 10 സീരീസിനെ കുറിച്ച്, ചിലവർ മോശം കാര്യങ്ങളെ പറയത്തുള്ളൂ. അപ്പോൾ റിവ്യൂ യൂണിറ്റ് കിട്ടിയവർ നല്ല കാര്യങ്ങളെ പറയാൻ പറ്റത്തുള്ളൂ, കാരണം വെച്ചാൽ ബ്രാൻഡ് അങ്ങനെയാണ് അവരോട് പറയുന്നത്. അപ്പോൾ ഇന്ന് ഈ വീഡിയോക്കകത്ത് ഞാൻ നല്ല കാര്യങ്ങളും പറയുന്നുണ്ട്, മോശമായ കാര്യങ്ങളും പറയുന്നുണ്ട് റെഡ്മി നോട്ട് 10 സീരീസിനെ കുറിച്ച്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോയിന്റിലോട്ട് പോവാം. ഇപ്പോൾ നിങ്ങൾ റെഡ്മി നോട്ട് 10 സീരീസ് വാങ്ങുവാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഒരു 10,000 രൂപയുണ്ട്. അപ്പോൾ 15,000 രൂപയുണ്ട്. ഇപ്പോൾ നിങ്ങൾ റെഡ്മി നോട്ട് 10 പ്രോയിന് പോവാണ് ഗെയിമിങ്ങിന്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതൊരു നല്ല ഓപ്ഷനാണ് റെഡ്മി നോട്ട് 10 പ്രോയിന് പോകുന്നത്. അതിനകത്ത് സ്നാപ്ഡ്രാഗൺ 732G ഒക്കെ ഉണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ 15,000 രൂപയേ ഉള്ളൂ. നിങ്ങൾ 5,000 രൂപ എവിടെയെങ്കിലും സംഘടിപ്പിച്ച് നിങ്ങൾ 20,000 രൂപയാക്കുവാണ്. പിന്നെ നിങ്ങൾ റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് വാങ്ങിക്കുവാണ് ഗെയിമിങ്ങിന് വേണ്ടി. ആ സമയത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത്രയും വെർത്തി ഓപ്ഷൻ അല്ല, നിങ്ങൾക്ക് റെഡ്മി നോട്ട് 10 പ്രോയിലോട്ട് പോകുക, അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. രണ്ടിലും സെയിം പ്രോസസർ തന്നെയാണ്, അതായിരിക്കും കൂടുതൽ വെർത്തി ഓപ്ഷന്. ഇപ്പോൾ കുറച്ച് 20,000 രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ല സ്മാർട്ട് ഫോൺസ് കിട്ടും ഗെയിമിങ്ങിന്റെ കാര്യത്തിൽ. നിങ്ങൾക്ക് റിയൽമി 8 സീരീസ് ഇപ്പോൾ ലോഞ്ച് ആകാൻ പോവാണ് കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ്. അതിൽ ബെറ്റർ പെർഫോമൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബ്രാൻഡിലോട്ട് പോവാം. ഇപ്പോൾ 15,000 രൂപ കൊടുത്തിട്ട് നിങ്ങൾ റെഡ്മി നോട്ട് 10 പ്രോ ഗെയിമിംഗ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും വെർത്ത്. സെയിം ഡിസ്പ്ലേ ആണ്, സെയിം റിഫ്രഷ് റേറ്റ് ആണ്, സെയിം പ്രോസസർ ആണ്. അപ്പോൾ അത് നിങ്ങളൊരു നോക്കണം. റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ പേരിലേ ഉള്ളൂ, ക്യാമറാസിന്റെ വ്യത്യാസമുള്ളൂ, ബാക്കി ഡിഫറൻസ് ഒന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല പ്രോ മാക്സിലും പ്രോയിലും. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. ഗെയിമിങ്ങിന് പോവുകയാണെങ്കിൽ റെഡ്മി നോട്ട് 10 പ്രോ ആയിരിക്കും ബെറ്റർ വെർത്തി ഓപ്ഷൻ. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. അപ്പോൾ രണ്ടാമത്തെ പോയിന്റോട്ട് നോക്കുകയാണെങ്കിൽ ഈ വർഷം ഷോമി കൂടുതൽ ഡിസ്പ്ലേസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ മുമ്പ് നോക്കുകയാണെങ്കിൽ, അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവർ ഡിസ്പ്ലേക്ക് പേരിന് വേണ്ടി ഏതോ ഒരു ഡിസ്പ്ലേ ഇട്ടിട്ട് നമുക്ക് തരുമായിരുന്നു. അവർ കൂടുതൽ പ്രോസസറും മറ്റേ കാര്യത്തിലായിരുന്നു ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഈ വർഷം ഷോമി ഡിസ്പ്ലേസിൽ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ 3 ഫോൺസ് നോക്കുകയാണെങ്കിൽ നോട്ട് 10 സീരീസിലെ 3 ഫോൺസിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ AMOLED ഡിസ്പ്ലേ ആണ്. ഇപ്പോൾ നോട്ട് 10 60 ഹെർട്സും AMOLED ഡിസ്പ്ലേ ആണ്. അപ്പോൾ 11,000 രൂപയ്ക്ക് അതൊരു നല്ല ഡീൽ തന്നെയാണ് കിട്ടുന്നത് AMOLED ഡിസ്പ്ലേ. അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ നോട്ട് 10 പ്രോയും നോട്ട് 10 പ്രോ മാക്സിനകത്ത് 120 ഹെർട്സും AMOLED ഡിസ്പ്ലേ ആണ്. അതും ഒരു നല്ല കാര്യം തന്നെയാണ്. 120 ഹെർട്സും വിത്ത് AMOLED ഡിസ്പ്ലേ അതൊരു വലിയ കാര്യം തന്നെയാണ് ഈ പ്രൈസ് റേഞ്ച് നിങ്ങൾക്ക് കിട്ടുന്നത്, സ്പെഷ്യലി നോട്ട് 10 പ്രോയിൽ. അപ്പോൾ അതും നിങ്ങൾ നോക്കുക. അപ്പോൾ ഡിസ്പ്ലേസിൽ ഷോമി ഈ വർഷം കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതൊരു പ്ലസ് പോയിന്റ് ആയിരുന്നു ഷോമിയുടെ ഈ പുതിയ സ്മാർട്ട് ഫോൺസിനകത്ത്. അപ്പോൾ ഡിസ്പ്ലേസിന്റെ കാര്യത്തിൽ എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോട്ട് 10 പ്രോയും നോട്ട് 10 പ്രോ മാക്സും നോക്കുവാണെങ്കിൽ അതിന് സെയിം ഡിസ്പ്ലേ സൈസ് തന്നെയാണ്, 6.7 ഇഞ്ചിന്റെ. ഇപ്പോൾ നിങ്ങൾ നോട്ട് 10 പ്രോ മാക്സ് വാങ്ങാൻ നോക്കുകയാണെങ്കിൽ കൂടുതൽ വലിയ സ്ക്രീൻ കിട്ടാൻ വേണ്ടി അതുപോലത്തെ സാധനങ്ങളൊന്നും നിങ്ങൾക്ക് നോട്ട് 10 പ്രോ മാക്സിനകത്ത് കിട്ടുന്നില്ല. അതിനകത്ത് മെയിൻ ക്യാമറയുടെ ഡിഫറൻസും പിന്നെ പേരിന്റെ ഡിഫറൻസും ഉള്ളൂ പ്രോ മാക്സിന്, വേറൊരു ഡിഫറൻസ് ഒന്നുമില്ല. സെയിം ഡിസ്പ്ലേ സൈസും റിഫ്രഷ് റേറ്റും എല്ലാ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വലിയ ഫോൺ വേണമെങ്കിൽ റെഡ്മി നോട്ട് 10 പ്രോയിനും പോകാം, അല്ലെങ്കിൽ നോട്ട് 10 പ്രോ മാക്സിനും പോകാം. അപ്പോൾ ഡിസ്പ്ലേ സൈസ് രണ്ടിലും സെയിം ആണ്. അപ്പോൾ നോട്ട് 10 കുറച്ച് കുറവാണ്, 6.4 6.3 ഇഞ്ചാണ്. അപ്പോൾ അതും ഒരു ഡിസ്പ്ലേക്ക് അതൊരു പോയിന്റ് തന്നെയായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ബാറ്ററി പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഈ വർഷം ഷോമി ബാറ്ററിയിൽ നല്ലോണം MAHൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വർഷം റെഡ്മി നോട്ട് 10 5000 mAh ബാറ്ററി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നോട്ട് 10 പ്രോയും നോട്ട് 10 പ്രോ മാക്സിനകത്ത് 5020 mAh ബാറ്ററി ബാക്കപ്പ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പിന്നെ 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് 3 ഫോൺസിന്റെ ബോക്സിൽ കിട്ടുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ അറിഞ്ഞു കാണുമായിരിക്കും ആപ്പിളിന്റെയും സാംസങ്ങിന്റെയും ഹൈ എൻഡ് ഫോൺസിനകത്ത് പോലും നിങ്ങൾക്ക് ചാർജർ കിട്ടാറില്ല. പക്ഷേ റെഡ്മി നോട്ട് 10 നിങ്ങൾക്ക് 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് ബോക്സിനകത്ത് തന്നെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതൊരു വലിയ കാര്യമാണ്. 11,000 രൂപയ്ക്ക് 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ഒക്കെ. അപ്പോൾ അതൊരു കില്ലർ ഡീൽ തന്നെയാണ് ഈ പ്രൈസ് റേഞ്ചിൽ. എനിക്ക് തോന്നുന്നു റെഡ്മി നോട്ട് 10 നോട്ട് 10 പ്രോ ആണ് വെർത്തി ഓപ്ഷൻസ് നോട്ട് 10 പ്രോ മാക്സിനേക്കാളും. നോട്ട് 10 പ്രോ മാക്സ് എനിക്ക് അധികമൊന്നും ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾ നോക്കുകയാണെങ്കിൽ എനിക്ക് നോട്ട് 10 പ്രോ നോട്ട് 10 ആണ് കൂടുതൽ വാല്യൂ ഫോർ മണി ആയിട്ട് തോന്നിയത്. അപ്പോൾ പ്രോസസറിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഈ വർഷം നിങ്ങൾക്ക് നോട്ട് 10 പ്രോയും നോട്ട് 10 പ്രോ മാക്സിനകത്ത് സെയിം പ്രോസസറാണ് കിട്ടുന്നത്, സ്നാപ്ഡ്രാഗൺ 732G. ഇപ്പോൾ നിങ്ങൾക്കറിയാം ഷോമി ഡിസ്പ്ലേസിലും ക്യാമറാസിലും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാരണം അവർ പ്രോസസർ മീഡിയം വെക്കാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ നോട്ട് 10 സ്നാപ്ഡ്രാഗൺ 678 ആണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ലൈറ്റ് ഗെയിമിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും, പക്ഷേ ഹെവി ആയിട്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ആ സ്മാർട്ട് ഫോണിനകത്ത്. പക്ഷേ നിങ്ങൾക്ക് നോട്ട് 10 പ്രോ നോട്ട് 10 പ്രോ മാക്സിനകത്ത് നല്ലോണം ഗെയിമിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. അത്യാവശ്യത്തിൽ നിങ്ങൾക്ക് ഗെയിമിംഗ് ചെയ്യാൻ പറ്റും. കൂടുതലൊന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. അവർ നല്ല ഡിസ്പ്ലേ ഒക്കെ
തന്നിട്ടുണ്ട്, നല്ല ക്യാമറാസ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നല്ല കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാരണം പ്രോസസ്സറിൽ അവർ കൂടുതൽ നോക്കാറില്ല. കഴിഞ്ഞ കൊല്ലമൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രോസസ്സർ ആയിരുന്നു അവരുടെ മെയിൻ പോയിന്റ്. പക്ഷേ ഇപ്രാവശ്യം അവർ ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതും ഒരു പോയിന്റ് തന്നെയാണ്. അപ്പോൾ ക്യാമറാസിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഈ വർഷം ഷോമി മെഗാ പിക്സലിന്റെ ഗെയിം കളിച്ചിട്ടുണ്ട് നമ്മളോട്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ റെഡ്മി നോട്ട് 10 അത് 14 മെഗാ പിക്സലാണ്, റെഡ്മി നോട്ട് 10 പ്രോ 64 മെഗാ പിക്സലാണ്, പിന്നെ റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് 108 മെഗാ പിക്സലാണ്. അപ്പോൾ മെഗാ പിക്സലിന്റെ ഒക്കെ വ്യത്യാസമുള്ളൂ. ഇപ്പോൾ നിങ്ങൾ സെൻസർ നോക്കുകയാണെങ്കിൽ കുറച്ച് വ്യത്യാസമൊക്കെ വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഡീറ്റെയിൽസ് ഇപ്പോൾ നിങ്ങൾ ഫോട്ടോസ് എടുക്കുകയാണെങ്കിൽ റെഡ്മി നോട്ട് 10 പ്രോ മാക്സും നോട്ട് 10 പ്രോയ്ക്കകത്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കുറച്ചുകൂടെ കിട്ടുമായിരിക്കും നോട്ട് 10 പ്രോ മാക്സിനകത്ത്. വേറൊരു വ്യത്യാസമില്ല. കൂടുതൽ മെഗാ പിക്സൽ അർത്ഥം നിങ്ങൾക്ക് കൂടുതൽ പിക്ചർ ക്വാളിറ്റി ഒന്നും കിട്ടുമെന്നൊന്നും അല്ല. ഇപ്പം നിങ്ങൾ കുറവ് മെഗാ പിക്സൽ നിങ്ങൾക്ക് നല്ല പിക്ചർ ക്വാളിറ്റി ഒക്കെ കിട്ടും. എനിക്ക് തോന്നുന്നു ക്യാമറാസ് ഈ 3000-4000 രൂപ കൊടുത്ത് നോട്ട് 10 പ്രോ മാക്സ് വാങ്ങേണ്ട ഒരു ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ക്യാമറാസിന് ഒരു കൂടുതൽ മെഗാ പിക്സൽ കിട്ടുമെന്ന് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു നോട്ട് 10ഉം നോട്ട് 10 പ്രോ നല്ല ഫോൺസ് തന്നെയാണ് ക്യാമറാസിന്റെ ബേസിസിൽ എനിക്ക് തോന്നുന്നു. ഇപ്പം മെഗാ പിക്സൽ അവർ ഗെയിം കളിച്ചിട്ടുണ്ട്. വീഡിയോ റെക്കോർഡിംഗ് 4K 30 FPS നിങ്ങൾക്ക് വീഡിയോസ് റെക്കോർഡ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. 16 മെഗാ പിക്സലിന്റെ ഫ്രണ്ട് ക്യാമറ നിങ്ങൾക്ക് നോട്ട് 10 പ്രോയ്ക്കകത്ത് നോട്ട് 10 പ്രോ മാക്സിനകത്ത് കിട്ടുന്നുണ്ട്. പക്ഷെ അവർ മെഗാ പിക്സലിന്റെ ഗെയിം അവർ ഇതിനകത്ത് കളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. അപ്പോൾ നെക്സ്റ്റ് ഒരു നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്മാർട്ട് ഫോണകത്ത് IR ബ്ലാസ്റ്റർ ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. വാട്ടർ റെസിസ്റ്റന്റ് ആണ് ഈ സ്മാർട്ട് ഫോൺ. IP52-54 റേറ്റിംഗ് കണ്ടാണ്, എനിക്ക് കറക്റ്റ് ഒന്നും അറിയത്തില്ല. പിന്നെ ഈ സ്മാർട്ട് ഫോൺസ് ബിൽഡ് ക്വാളിറ്റിയും നല്ലത് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡ്യൂറബിൾ തന്നെയാണ്. നിങ്ങൾ കേസ് ഇടാൻ നോക്കുക മാക്സിമം. അപ്പോൾ നെക്സ്റ്റ് പോരായ്മയെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഈ വർഷം നിങ്ങൾക്ക് 5G കിട്ടുന്നില്ല ഈ 3 സ്മാർട്ട് ഫോണിനകത്തും. അപ്പോൾ നിങ്ങൾക്ക് 5G വേരിയന്റ് ചൈനയും മറ്റ് രാജ്യങ്ങളൊക്കെ കിട്ടുമായിരിക്കും. പക്ഷേ ഇന്ത്യയിൽ 5G വേരിയന്റ് ഇല്ല റെഡ്മി നോട്ട് 10 സീരീസിനെ. അപ്പോൾ അതൊരു നോക്കേണ്ട കാര്യം തന്നെയാണ്. ഇപ്പോൾ 5G ഉണ്ടായാലും വലിയ ഗുണമൊന്നുമില്ല. കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിൽ 3G പോലും മര്യാദയ്ക്ക് വരാറില്ല, പിന്നെയാണ് 5G. അപ്പോൾ 5G ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇപ്പോൾ 2-3 കൊല്ലം കഴിഞ്ഞ് നമുക്ക് 5Gയുടെ ഒക്കെ ടെസ്റ്റിംഗ് ചെയ്യാൻ പറ്റിയ സ്മാർട്ട് ഫോൺ അത്. പക്ഷെ അതുപോലും ഇപ്പം കാണുന്നില്ല. അപ്പോൾ 5G ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഒരു വലിയ ഇഷ്യൂ ആയിട്ട് കാണുന്നോ വേണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾ OnePlus Nord നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഫസ്റ്റ് പറഞ്ഞു 5Gയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മനസ്സിലായി ഈ OnePlus Nordനകത്തുള്ള ബാൻഡ് നമ്മുടെ നാട്ടിൽ സപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന് അറിഞ്ഞു. അപ്പോൾ അത് കാരണം 5Gയുടെ ഒരു ഗുണം ഉണ്ടായില്ല OnePlus Nordനകത്ത്. അപ്പോൾ 5G ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല ഇപ്പോൾ നാട്ടിൽ. വേറെ രാജ്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യും. ഇത് ചൈനയുടെ ബാൻഡ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ അതൊരു പോയിന്റാണ്. 5G ഈ വർഷം നിങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ നെക്സ്റ്റ് കോളിലോട്ട് പോവുകയാണെങ്കിൽ ഇത് MIUI തന്നെയാണ്. ഇപ്പം MIUI 12നകത്ത് നിങ്ങൾക്കറിയാം കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്, ബ്ലോട്ട്വെയർ ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി. പിന്നെ MIUIക്കകത്ത് നിങ്ങൾക്കറിയാം കുറേ ആഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ MIUIക്കകത്ത് കുറേ ബഗ്സും വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഈയിടെ ആയിട്ട്. അപ്പോൾ MIUI കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇത് എല്ലാ ഷോമി സ്മാർട്ട് ഫോൺസിനകത്തും ഉള്ള ഒരു കാര്യമാണ് MIUI. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. നിങ്ങൾ എത്ര വേണമെങ്കിലും പ്രോസസ്സറുകൾ ശ്രദ്ധിച്ചോ, എത്ര വേണമെങ്കിലും ക്യാമറാസോ ബിൽഡ് ക്വാളിറ്റിയോ എത്ര വേണമെങ്കിലും ഫാസ്റ്റ് ചാർജിങ്ങിൽ ശ്രദ്ധിച്ചോ, പക്ഷേ യൂസർ ഇന്റർഫേസ് അല്ലെങ്കിൽ യൂസറിന്റെ എക്സ്പീരിയൻസ് ആണ് മെയിൻ മാറ്റർ ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ മോട്ടറോള നോക്കുവാണെങ്കിൽ, നോക്കിയ നോക്കുവാണെങ്കിൽ, പിക്സൽ നോക്കുവാണെങ്കിൽ, ഐഫോൺ നോക്കുവാണെങ്കിൽ, ഇവരുടെ സ്മാർട്ട് ഫോൺസ് മേടിക്കുന്നതിന്റെ കാരണമാണ് യൂസർ ഇന്റർഫേസ്, സ്പെഷ്യലി ഐഫോൺ പിക്സലും. അപ്പൊ അത് നിങ്ങൾ നോക്കുക. സോഫ്റ്റ്വെയറിന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാറുണ്ട് ഷോമിക്ക്. പക്ഷെ അവർ ഈ പ്രൈസ് റേഞ്ചിൽ എല്ലാ കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കംപ്ലൈന്റ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതും ഒരു പോയിന്റ് തന്നെയായിരുന്നു. പക്ഷെ എനിക്കിത് ഡൗൺ സൈഡ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാ ഷോമി സ്മാർട്ട് ഫോണിനകത്തുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ മൂന്നാമത്തെ കോളിലോട്ട് പോവുകയാണെങ്കിൽ റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് എനിക്ക് കുറച്ച് ഓവർ പ്രൈസ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ 20,000 രൂപ വെച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടില്ല വെർത്തി ഓപ്ഷൻ ആണോ. 15,000 രൂപ കൊടുത്ത് നിങ്ങൾക്ക് റെഡ്മി നോട്ട് 10 പ്രോ എടുക്കാൻ പറ്റും. അതും വെർത്തി ഓപ്ഷനാണ്. നിങ്ങൾക്ക് എല്ലാ ഫീച്ചേഴ്സും റെഡ്മി നോട്ട് 10 പ്രോയിനകത്ത് കിട്ടുന്നുണ്ട്. റെഡ്മി നോട്ട് 10 പ്രോ മാക്സിനകത്തുള്ള എല്ലാ ഫീച്ചേഴ്സും. ക്യാമറാസിന്റെ മെഗാ പിക്സൽ ചേഞ്ച് ചെയ്യുള്ളൂ, വേറൊരു വ്യത്യാസമില്ല. പിന്നെ കുറച്ച് ഈ ക്യാമറാസിന്റെ സെൻസറും മെഗാ പിക്സലും ഈ വ്യത്യാസമുള്ളൂ. പിന്നെ ഡിസ്പ്ലേ സെയിം 120 Hz തന്നെയാണ്. നിങ്ങൾക്ക് 732G കിട്ടുന്നുണ്ട്. എല്ലാം അത് എക്സാക്ട് കാര്യം തന്നെയാണ്. പിന്നെ എനിക്കറിയത്തില്ല അവരെന്താ പ്രോ മാക്സ് എന്ന് പറഞ്ഞത് ഈ സ്മാർട്ട് ഫോണിന് കൂടുതൽ വ്യത്യാസമൊന്നുമില്ല. ഇപ്പം നിങ്ങൾ നോട്ട് 10ഉം നോട്ട് 10 പ്രോ നോക്കുകയാണെങ്കിൽ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട്. പക്ഷെ നോട്ട് 10 പ്രോയും നോട്ട് 10 പ്രോ മാക്സും നോക്കുകയാണെങ്കിൽ ഒരു വ്യത്യാസമൊന്നുമില്ല. ഇതും എനിക്ക് ഡൗൺ സൈഡ് തൊട്ട് തോന്നിയിട്ടുണ്ട്. അവർക്ക് കുറച്ച് 2,000-3,000 രൂപയെങ്കിലും കുറച്ച് അവർക്ക് റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് ഇറക്കായിരുന്നു. അപ്പോൾ ഇതും ഒരു പോയിന്റ് തന്നെയായിരുന്നു. എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഡൗൺ സൈഡ്സിനകത്ത് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ വീഡിയോ കഥ ഞാൻ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. റെഡ്മി നോട്ട് 10 സീരീസിനെ കുറിച്ച് പ്രോസ് ആൻഡ് കോൺസ്, നല്ല കാര്യങ്ങൾ, മോശം കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു സ്മാർട്ട് ഫോണും ഈ ലോകത്ത് പെർഫെക്റ്റ് അല്ല, അത് നിങ്ങൾ ആലോചിക്കണം. കോൺസ് എനിക്കറിയാൻ കുറവാണ്, പ്രോസ് ആണ് കൂടുതൽ. അപ്പോൾ അതും നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് റെഡ്മിയുടെ ഫോൺസിൽ. അപ്പോൾ കോൺസ് കുറവൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഗെയിമിങ്ങിന് ഒരു ഫോൺ മേടിക്കുകയാണെങ്കിൽ റിയൽമി 8 സീരീസിനെ വെയിറ്റ് ചെയ്യുക, അതായിരിക്കും വർത്തി ഓപ്ഷൻ. അപ്പോൾ ഇത് തന്നെയാണ് ഈ വീഡിയോ കഥ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.